വരെ വഴി നടത്തിയവൻ ഇന്നും പുലർത്തുവാൻ മതിയായവൻ. വാനം ഭൂമി മീതെ ഉയർന്നിരിക്കും പോലെ തന്റെ വഴികൾ ഉന്നതമേ. തന്നിലാശ്രയിക്കും തന്റെ മക്കൾക്ക് ഭാവിയോർത്തൊരു ഭാരമില്ല. തന്നിലാശ്രയിക്കും തന്റെ മക്കൾക്ക് ഭാവിയോർത്തൊരു ഭാരമില്ല. എന്നെ ഇന്നേ വരെ വഴി നടത്തിയവൻ ഇന്നും പുലർത്തുവാൻ മതിയായവൻ. കുന്നു നീങ്ങിപ്പോകും മലമാറിപ്പോകും തന്റെ ദയയെന്നും ശാശ്വതമേ. കുന്നു നീങ്ങിപ്പോകും മലമാറിപ്പോകും തന്റെ ദയയെന്നും ശാശ്വതമേ. തന്റെ കരതലത്തിൽ എന്നെ വഹിക്കുന്നതായി തന്നിൽ ചാരി ഞാൻ ആശ്വസിക്കും. തന്റെ കരതലത്തിൽ എന്നെ വഹിക്കുന്നതായി തന്നിൽ ചാരി ഞാൻ ആശ്വസിക്കും. എന്നെ ഇന്നേ വരെ വഴി നടത്തിയവൻ ഇന്നും പുലർത്തുവാൻ മതിയായവൻ. എന്നെ ഇന്നേ വരെ വഴി നടത്തിയവൻ ഇന്നും പുലർത്തുവാൻ മതിയായവൻ. തന്റെ വഴികൾ എത്ര ഉന്നതം എത്ര ശ്രേഷ്ഠം കരുതലുകൾ. തന്റെ വഴികൾ എത്ര ഉന്നതം എത്ര ശ്രേഷ്ഠം കരുതലുകൾ. എന്നെ ഇന്നേ വരെ വഴി നടത്തിയവൻ ഇന്നും പുലർത്തുവാൻ മതിയായവൻ. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തോളമായി നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് ഇന്ന് സന്ധ്യയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കുവാൻ ദയവായി സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് ഒത്തിരി ആളുകൾ അവിടെ നിൽപ്പുണ്ടല്ലോ. ബൈബിൾ ക്ലാസ്സിൻ്റെ സമയത്തെങ്കിലും ദയവായി നിങ്ങൾ ഈ കസേരകൾ വന്നിരുന്ന് സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി അന്ത്യന്യായവിധിയും പുതുവാന ഭൂമിയും എന്ന വിഷയത്തെക്കുറിച്ച് കർത്താവിൻ്റെ വലിയൊരു ദാസൻ ജോൺ കുര്യൻ അവർ നമ്മളോട് സംസാരിക്കുന്നതാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദയവായി ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുകയാണ്, എല്ലാ പ്രിയപ്പെട്ടവരും ബാക്കിൽ നിൽക്കുന്ന സഹോദരന്മാർ ദയവായി ബൈബിൾ ക്ലാസ്സിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് വന്നിരിക്കണം. ഇന്ന് രാത്രി ഈ വിഷയം അന്ത്യന്യായവിധിയും പുതുവാന ഭൂമിയും എന്ന വിഷയ കർത്താവിൻ്റെ ദാസൻ ജോൺ കുര്യൻ അവർ നമ്മളോട് സംസാരിക്കുന്നു. കർത്തദാസനെ അതിനായി ക്ഷണിക്കുന്നു.
ഈ വർഷത്തെ നമ്മുടെ വേദ പഠന ക്ലാസിൻ്റെ ഒടുവിലത്തെ ക്ലാസ്സാണിത് എന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് അല്ലെങ്കിൽ രണ്ടാം വരവ്, വീണ്ടും വരവ്, ആ വിഷയത്തെക്കുറിച്ച്, അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ വിശദമായ നിലയിൽ അതിൻ്റെ വിവിധ വശങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഭാവിയിൽ നമ്മുടെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ വരവിന് ശേഷം സംഭവിക്കുവാനുള്ള ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് സന്ധ്യയ്ക്ക് നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്നത്. അത് അന്ത്യ ന്യായവിധി എന്നുള്ളതാണ്. The most solemn scene in the Bible. വേദപുസ്തകത്തിലെ ഏറ്റവും ഗൗരവമേറിയ രംഗം എന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തെ വിളിക്കാമെങ്കിൽ നാം ഇന്ന് പഠിക്കുവാൻ പോകുന്ന, ചിന്തിക്കുവാൻ പോകുന്ന അന്ത്യ ന്യായവിധിയുടെ രംഗമാണത്. The most solemn scene in the Bible. വേദപുസ്തകത്തിലെ ഏറ്റവും ഗാംഭീര്യം നിറഞ്ഞ, ഏറ്റവും ഗൗരവതരമായ രംഗം ഏതാണ് എന്ന് ചോദിച്ചാൽ നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന വെളിപ്പാട് പുസ്തകത്തിലെ അന്ത്യ ന്യായവിധിയുടെ രംഗമാണ്. ഇതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗൗരവം അർഹിക്കുന്ന മറ്റൊരു രംഗവും വാസ്തവത്തിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഇല്ല. പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്, എന്നാൽ ഇത്രയും ഗാംഭീര്യം അർഹിക്കുന്ന, ഇത്രയും ഭയപ്പെടുത്തുന്ന മറ്റൊരു രംഗം വേദപുസ്തകത്തിൽ ഇല്ല. നാം ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ചിന്തിച്ച വളരെ വിലപ്പെട്ട, വലിയ, പ്രധാനപ്പെട്ട അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ ആ കാര്യങ്ങളെക്കാൾ എല്ലാം ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. നമ്മുടെ ഈ ഒരാഴ്ചത്തെ വേദപഠന ക്ലാസ്സിലെ ഏറ്റവും ഗൗരവമേറിയ വിഷയം മാത്രമല്ല, മനുഷ്യനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഏറ്റവും ഭയാനകമായ രംഗം, ഏറ്റവും ഗൗരവമേറിയ രംഗം, വേദപുസ്തകത്തിലെ ഏറ്റവും ഗൗരവമേറിയ രംഗം. നമുക്ക് പ്രാരംഭമായിട്ട് അതൊന്ന് വായിച്ചു കേൾക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് അതിന് ആധാരമായിട്ട് നാം എടുക്കുന്നത്. നമുക്ക് പ്രാരംഭമായിട്ട് ആ ഭാഗമൊന്ന് വായിച്ചു കേൾക്കാം. 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചോർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അടുത്ത വാക്യം കൂടെ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് പ്രാഥമികമായി അറിയേണ്ട ഒരു കാര്യമാണ് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ചിത്ര രൂപേണ അല്ലെങ്കിൽ ദർശനത്തിൽ കൂടെ കർത്താവായ യേശുക്രിസ്തു യോഹന്നാന് കാണിച്ചു കൊടുത്തുവെന്ന് അതിന്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാസ്റ്റ് ടെൻസിൽ, കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഭാവിയിൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളെ വെളിപ്പാട് മുഖാന്തരം യോഹന്നാന് യേശുക്രിസ്തു കാണിച്ചു കൊടുത്തു. അങ്ങനെ ലോകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അന്ത്യക്രിസ്തുവിന്റെ ഭരണകാലത്ത് എന്തുണ്ടാകും? യുദ്ധങ്ങൾ ഏത് നിലയിലൊക്കെ ആയിരിക്കും? മനുഷ്യവർഗത്തിന് എന്താണ് ഭവിക്കാൻ പോകുന്നത്? കർത്താവ് എങ്ങനെയാണ് മടങ്ങി വരുന്നത്? അതിനുശേഷം ലോകത്തിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്? സ്വർഗത്തിൽ എന്താണ് നടക്കുന്നത്? ഇതെല്ലാം യോഹന്നാന് കാണിച്ചു കൊടുത്തു.
അങ്ങനെ കാണിച്ചു കൊടുത്ത കൂട്ടത്തിൽ മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു രംഗം കാണിച്ചു. ആ രംഗമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചത്. അതെന്താണ്? ന്യായവിധിയുടെ രംഗം, അന്ത്യ ന്യായവിധിയുടെ രംഗം, ദ ഡേ ഓഫ് ഫൈനൽ റെക്കണിംഗ്. ഏറ്റവും ഒടുവിലായി മനുഷ്യൻ തന്റെ കണക്ക് ബോധിപ്പിക്കുന്ന രംഗം. അതെത്രയും ഗൗരവമേറിയ ഒരു രംഗമാണ്. എന്തെല്ലാം വാക്കുകളിൽ വിവരിച്ചാലും അതിന്റെ ഗൗരവം വിവരിച്ച് തീർക്കുവാൻ കഴിയാതെ വണ്ണം അത്രയ്ക്ക് ഗാംഭീര്യമേറിയ ഒരു രംഗമാണത്. സഭാപ്രസംഗി, ജ്ഞാനിയായ സഭാപ്രസംഗി തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യൗവനക്കാരോട് പറയുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ജീവിച്ചു കൊള്ളുക, എന്നാൽ അതിന്റെ ഒടുവിൽ നിന്റെ ജീവിതത്തിന് കണക്ക് കൊടുക്കണമെന്നുള്ളത് നീ മറക്കരുത് എന്ന് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിട്ടുണ്ട്. സഭാപ്രസംഗി 12-ന്റെ 13-14 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 13-14 വാക്യങ്ങൾ സഭാപ്രസംഗി 12-ാം അധ്യായം. എല്ലാത്തിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ആ പേജിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്യം ഒന്ന് വായിക്കാം. 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചാൽ മതി, 10 വേണ്ട. 9-ാമത്തെ വാക്യം, 11-ന്റെ 9. യൗവനക്കാര, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക, നിനക്കിഷ്ടമുള്ള വഴികളിലും ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവ ഒക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, ഒരു ദിവസം ദൈവം സകല മനുഷ്യരെയും അവരുടെ പ്രവൃത്തികൾ നിമിത്തം ന്യായവിധിയിലേക്ക് വരുത്തും. ആ പുസ്തകം അവസാനിക്കുന്ന വാക്യം നമ്മൾ വായിച്ചു കേട്ടല്ലോ. നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ദൈവം ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. അത് മാത്രമല്ല, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നമുക്കെല്ലാം പരിചയമുള്ളൊരു വാക്യമുണ്ട്. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. വാക്യങ്ങൾക്ക് കുറവൊന്നുമില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ, പുതിയ നിയമത്തിൽ എത്രയോ വാക്യങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായിട്ടും ശ്ലീഹന്മാർ പറഞ്ഞതായിട്ടും എത്രയോ വാക്യങ്ങളിൽ ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അവരെല്ലാവരും പറഞ്ഞത്, പഴയ നിയമത്തിൽ പറഞ്ഞത്, ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്, അപ്പോസ്തലന്മാര് പറഞ്ഞത്, യേശുക്രിസ്തു തന്നെ ആവർത്തിച്ച് പറഞ്ഞത്, ഒരു ശിക്ഷാവിധിയുണ്ട്, ഒരു ന്യായവിധിയുണ്ട്, നരകമുണ്ട്, മനുഷ്യന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് അവനെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ആവർത്തിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്. നാം ഇപ്പോൾ വായിച്ച വെളിപ്പാട് പുസ്തകത്തിലെ ഈ ഭാഗം അങ്ങനെ അവർ പ്രവചന രൂപേണ പറഞ്ഞ ആ കാര്യങ്ങളുടെ നിവർത്തി പോലെ ആ സംഭവം, എന്താണ് ന്യായവിധി, ആരാണ് ന്യായം വിധിക്കുന്നത്, അവിടെ എന്താണ് സംഭവിക്കുന്നത്, ആരെയാണ് ന്യായം വിധിക്കുന്നത്, ന്യായവിധിയുടെ ഫലം എന്താണ്, ഇത്യാദി കാര്യങ്ങൾ യോഹന്നാന് വെളിപ്പാട് നിമിത്തം കാണിച്ചു കൊടുക്കുന്ന രംഗമാണ് നാം ഇവിടെ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ ന്യായം വിധിക്കും എന്നുള്ളത് യുക്തി സഹജമായ ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിൽ അനേക ആളുകൾ ഇതൊന്നും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. ഈ ലോകത്തിൽ എങ്ങനെയാ ലോകത്ത് എന്ന് കുടിച്ച് ജീവിക്കുക, മരിക്കുക, ഇത് കഴിഞ്ഞ് എന്തോ ന്യായവിധിയ, ഇത് കഴിഞ്ഞ് ദൈവം നമ്മുടെയൊക്കെ കണക്ക് നോക്കാൻ പോവുകയാണോ, അതിലൊന്നും കഥയൊന്നുമില്ല, സ്വർഗവും നരകമൊന്നുമില്ല, ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് പറയുന്ന സാധാരണ ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ മരണശേഷമുള്ള ന്യായവിധി അതൊക്കെ വെറുതെയാണ്, അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആളുകൾ ധാരാളമുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ആ കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കാം. എന്നാൽ ഞാൻ ഒരു കാര്യം യുക്തിസഹജമായി നിങ്ങളോട് ചോദിക്കട്ടെ. നാം നമ്മുടെ മകനെ അല്ലെങ്കിൽ വേലക്കാരനെ 100 രൂപ കൊടുത്ത് കടയിലേക്ക് വിടുന്നു എന്ന് വിചാരിക്കുക. 4-5 കൂട്ടം പച്ചക്കറികൾ, ഇപ്പോൾ 4-5 കൂട്ടം പച്ചക്കറി കിട്ടുകയല്ല 100 രൂപയ്ക്ക്, പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. 100 രൂപ കൊടുത്ത് വിടുകയാണ്. എന്തെങ്കിലും 4-5 കൂട്ടം കാര്യങ്ങൾ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവനെല്ലാം മേടിച്ചുകൊണ്ട് വന്നു.
100 രൂപ ആണ് കൊടുത്തു വിട്ടത്. ചിലപ്പോൾ അവന്റെ കയ്യിൽ ഒരു കുറിപ്പ് കാണും, കടക്കാരൻ എഴുതി കൊടുത്ത ഒരു കുറിപ്പാണ്. അത് കഴിഞ്ഞ് 80 രൂപ എന്ന് വിചാരിക്കുക. ഇതിനെല്ലാം കൂടെ 80 രൂപയായി. അപ്പൊ ബാക്കി 20 രൂപ എന്തിയെ? അത് നാം കണക്ക് നോക്കും. നമ്മുടെ മകനെ വിട്ടാലും വേലക്കാരനെ വിട്ടാലും ആരെ വിട്ടാലും അല്പം പണവുമായി നാം ഒരാളെ ഒരു കാര്യത്തിന് വിട്ടാൽ തിരിച്ചു വരുമ്പോൾ എത്ര പണം ചെലവായി, ഞാൻ എത്രയാണ് തന്നിരുന്നത്, അതിൽ നിന്ന് ഈ സാധനങ്ങൾക്ക് എത്രയായി, ബാക്കി കാശ് എന്തിയെ ഏത് ചോദിക്കും. 80 രൂപ കഴിഞ്ഞ് ബാക്കി 20 രൂപ ആണ് വേണ്ടത്. എന്നാൽ വേലക്കാരൻ 10 രൂപ ആണ് തരുന്നതെന്ന് വിചാരിക്കുക. 10 രൂപ മേടിച്ച് ആരെങ്കിലും പോക്കറ്റ് ഇടുമോ? ഇല്ല. 10 രൂപയുടെ കാര്യമേ ഉള്ളെങ്കിൽ നമ്മൾ ചോദിക്കും ബാക്കി 10 രൂപ എന്തിയെ. അത് തികച്ചും യുക്തിസഹജമായ കാര്യമാണ്. 100 രൂപ പോട്ടെ, 10 രൂപയുടെ കാര്യത്തിലാണെങ്കിൽ പോലും നാം കണക്ക് ചോദിക്കുന്നവരാണ്. അത് ന്യായമായ ഒരു കാര്യമാണ്. അതിനകത്ത് അന്യായമായിട്ടൊന്നുമില്ല. അത് യുക്തിസഹജമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, 10 രൂപയുടെ കാര്യത്തിൽ നാം കൊടുത്തുവിടുന്നവനോട് നാം കണക്ക് ചോദിക്കുമെങ്കിൽ നമുക്കൊരു ജീവിതം തന്ന് ദൈവമുണ്ടാക്കിയ ഈ ഭൂമിയിൽ സൗജന്യമായി വെള്ളവും വായുവും തന്ന് നമ്മെ ഇവിടെ ആക്കി ഭയങ്കരവും അതിശയവുമായി നമ്മെ സൃഷ്ടിച്ച് നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ച് ഇങ്ങനെയൊരു ജീവിതം തന്ന് കാണുവാൻ, കേൾക്കുവാൻ, അറിയുവാൻ, ചിന്തിക്കുവാൻ ബുദ്ധി തന്ന് ഈ ലോകത്തിൽ നമ്മെ കുറെ നാൾ പാർക്കുവാൻ ദൈവം അനുവദിച്ചിട്ട് ഈ ലോക ജീവിതം കഴിഞ്ഞ് നാം മടങ്ങിച്ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈ ലോക ജീവിതം കഴിയുമ്പോൾ ദൈവം തന്ന വിഭവങ്ങൾ, റിസോഴ്സസ് ഉപയോഗിച്ച് ഈ ലോകത്തിൽ ജീവിച്ചിട്ട് ഈ ലോകത്തിന്റെ അന്ത്യത്തിൽ നമ്മുടെ ജീവിതത്തോട് ദൈവം ഒരു കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ യുക്തിക്ക് വിരുദ്ധമായിട്ട് എന്താണുള്ളത്? അത് ന്യായമല്ലേ? 10 രൂപയ്ക്ക് നീ കണക്ക് ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വിലപ്പെട്ട ജീവിതത്തിന് ദൈവം കണക്ക് ചോദിക്കയില്ലയോ? എങ്ങനെ ജീവിച്ചു? ഞാൻ തന്ന ജീവിതം കൊണ്ട് നീ എന്തു ചെയ്തു? ഇത് തീർച്ചയായിട്ടും ചോദിക്കും എന്നുള്ളത് നമ്മുടെ യുക്തി തന്നെ നമ്മോട് പറയുന്നു. വേദപുസ്തകം അത് ആവർത്തിച്ച് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ന്യായവിധിയുണ്ട്. വേദപുസ്തകത്തിൽ അനേക ന്യായവിധികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജാതികളുടെ ന്യായവിധി, ലോകരാഷ്ട്രങ്ങളെ ന്യായം വിധിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികളെ ന്യായം വിധിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ ന്യായവിധി എന്ന് പറയുന്നത് അവിശ്വാസികൾ പാപത്തിൽ ജീവിച്ച് മനം തിരിയാതെ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ ആളുകളുടെ ന്യായവിധിയാണ് നമ്മുടെ ഇന്നത്തെ പ്രസംഗ വിഷയം. അതെല്ലാം വളരെ വിശദമായിട്ട് മറ്റു ഭാഗങ്ങളൊക്കെ എടുത്തു തെളിയിക്കാനൊന്നും നമുക്കിപ്പോൾ നേരമില്ല. എന്നാൽ ഇത്രയും മാത്രം ഞാൻ പറഞ്ഞു പോകട്ടെ. വേദപുസ്തകത്തിൽ അനേക ന്യായവിധികളുണ്ടെങ്കിലും രക്ഷിക്കപ്പെടാത്ത, മാനസാന്തരപ്പെടാത്ത, ദൈവത്തിങ്കലേക്ക് തിരിയാത്ത, പാപവഴികളെ ഉപേക്ഷിക്കാത്ത, ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത പാപങ്ങൾക്ക് മോചനം പ്രാപിക്കാതെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന മനുഷ്യരുടെ ന്യായവിധിയാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. അപ്പോൾ ന്യായവിധി യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമാണ്. അതൊരു കെട്ടുകഥയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ദൈവം മനുഷ്യരെ ന്യായം വിധിക്കുകയും ചിലരെ സ്വർഗത്തിലും ചിലരെ നരകത്തിലും ആക്കുകയും ചെയ്യുമെന്നുള്ളത് യുക്തിസഹജമായ ഒരു കാര്യമാണ്. ഒരിക്കൽ 2 ആളുകൾ തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ചൊരു തർക്കമുണ്ടായി. ഒരാൾ പറഞ്ഞു, സ്വർഗവും നരകവും ഒന്നും ഇല്ലടോ, ഇത് വെറുതെ പറയുന്നതാ. ന്യായവിധിയുമില്ല, സ്വർഗവുമില്ല, നരകവുമില്ല, തീപ്പൊയ്കയുമില്ല, ഇതെല്ലാം ചുമ്മാ കളിപ്പിക്കാൻ പറയുന്നതാ. അപ്പോ തന്റെ കൂട്ടുകാരൻ പറഞ്ഞു, അയ്യോ അങ്ങനല്ല, സ്വർഗമുണ്ട്, നരകമുണ്ട്. ആദ്യത്തെ ആള് പറഞ്ഞില്ല, ഇത് രണ്ടുമില്ല. അപ്പൊ രണ്ടാമത്തെ ആള് പറഞ്ഞു, ശരി, ഇത് രണ്ടുമില്ലെന്നിരിക്കട്ടെ, എനിക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ ഇത് വിശ്വസിച്ചത് കൊണ്ട്? മരിച്ചു കഴിഞ്ഞു, ഇതെല്ലാം ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ ജീവിച്ചു, പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോ ഇതൊന്നുമില്ല, എനിക്ക് യാതൊരു നഷ്ടവും വരികയില്ല. എന്നിട്ട് അദ്ദേഹം കൂട്ടുകാരനോട് തിരിച്ചു ചോദിച്ചു, തന്റെ കാര്യം എന്താകും ഇതുണ്ടെങ്കിൽ? ഇല്ലെങ്കിൽ പോട്ടെ, ഒരു നഷ്ടവുമില്ല. എന്നാൽ ഉണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ ആളുടെ കാര്യം പരുങ്ങലിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അതുണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ളത് കൊണ്ട് ഞാനിത് പറഞ്ഞതല്ല. രണ്ടുപേര് തമ്മിലുണ്ടായ സംഭാഷണം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ത്യന്യായവിധിയുണ്ട്, അത് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആട്ടെ, നമുക്ക് വേഗത്തിൽ അതിന്റെ വിശദാംശങ്ങളൊന്ന് ഓടിച്ച് നോക്കാം. ആ ന്യായവിധിയെക്കുറിച്ച് പറയുന്നത് വെള്ളസിംഹാസനമെന്ന. ഞാൻ ആദ്യം പറഞ്ഞു, പലതരത്തിലുള്ള ന്യായവിധികളുണ്ടെങ്കിലും രക്ഷിക്കപ്പെടാത്ത, പാപമോചനം പ്രാപിക്കാത്ത സകല ദുഷ്ടന്മാരുടെ ന്യായവിധിയാണ് വെള്ളസിംഹാസനത്തിലെ ന്യായവിധി എന്ന് പറയുന്നത്. ഞാനൊരു വെള്ളസിംഹാസനം കണ്ടു. വെള്ളസിംഹാസനം എന്നുള്ളത് നീതിയെ കാണിക്കുന്ന, ഗാംഭീര്യത്തെ കാണിക്കുന്ന ഒരു വാക്കായിട്ട് നമുക്ക് ചിന്തിക്കാം. നമുക്കറിയാം, വെളുപ്പ്, വെള്ള എന്നുള്ളത് നീതിയെ കാണിക്കുന്ന ഒരു കാര്യമായിട്ടാണ്
പൊതുവെ വേദപുസ്തകത്തിലും ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സിലും അങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ ഏറ്റവും നീതിയോടുകൂടെ വിധിക്കുന്ന, ഏറ്റവും നീതിയുള്ള വിധി വിധിക്കുന്ന ഒരു സിംഹാസനമാണത്. ഈ ലോകത്തിലെ ന്യായപീഠങ്ങൾ എന്ന് പറയുന്നത്, കോടതികൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ന്യായമായും നീതിയായും വിധിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. നമുക്കതുകൊണ്ട് കോടതിയിലൊക്കെ വിശ്വാസമുണ്ട്. എന്നാൽ ഈ കോടതിയിൽ ഇരിക്കുന്ന ആളുകൾ മനുഷ്യരാണ്. വാദിക്കുന്നതനുസരിച്ചാണ് അവിടെ വിധി വരുന്നത്. മനഃപൂർവ്വമല്ലെങ്കിൽ പോലും ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ വിധികർത്താക്കൾക്ക് വിധിക്കുവാൻ കഴിയുകയില്ല. അവർ മനുഷ്യരായതുകൊണ്ട് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിയെന്ന് വരാം. കുറ്റക്കാരനല്ലാത്ത ഒരാളെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് വരാം. ശിക്ഷയ്ക്ക് യോഗ്യനായ ഒരാളെ വെറുതെ വിട്ടു എന്ന് വരാം. ഈ ലോകത്തിലെ നീതിന്യായ കോടതികളിൽ മനഃപൂർവ്വമായിട്ടല്ലെങ്കിൽ പോലും മാനുഷികമായ കുറവ് കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ വിധികർത്താക്കൾ മനുഷ്യരായതുകൊണ്ട്, കഴിവില്ലാത്തത് കൊണ്ട് ആ വിധിയിലൊക്കെ പാകപ്പിഴകൾ സംഭവിച്ചു എന്ന് വരാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, യാതൊരു തെളിവും ആരുടെ പക്കൽ നിന്നും ഹാജരാക്കുവാൻ ആവശ്യമില്ലാതെ വണ്ണം, യാതൊരു വാദപ്രതിവാദത്തിനും ആവശ്യമില്ലാതെ ഏറ്റവും നീതിയോടുകൂടെ സകല രഹസ്യങ്ങളും മനുഷ്യന്റെ ചിന്തകൾ ഉൾപ്പെടെ സകലവും അറിയുന്ന നീതിമാനായ ഒരു ദൈവം വിധിക്കുന്ന വിധിയാണ് നീതിയുള്ള ന്യായവിധി. ആ ന്യായവിധിയിൽ യാതൊരു പിഴവും സംഭവിക്കുകയില്ല. അത് തികച്ചും വെള്ള ന്യായവിധി തന്നെ, വെള്ള സിംഹാസനം തന്നെയാണ്. നീതിയോടുകൂടിയുള്ള വിധിയാണ്. ഗാംഭീര്യത്തെ കാണിക്കുന്ന ഒരു പദപ്രയോഗം വെള്ള സിംഹാസനം. ഇതെപ്പോഴാണ് ഇത് നടക്കുന്നത്? ഭൂമിയും ആകാശവും ഓടിപ്പോയ നിത്യതയിലാണ് ഇത് നടക്കുന്നതെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതം അവസാനിച്ച ശേഷം, ഈ ലോകത്തിന്റെ ചരിത്രത്തിന്റെ സമാപ്തി കുറിച്ച ശേഷം, ഈ ലോകത്തിന്റെ സകല പരിപാടികളും ചരിത്രവും അവസാനിച്ച ശേഷം നിത്യതയിൽ നടക്കുന്ന ഒരു ന്യായവിധിയാണിത്. ലോക ചരിത്രത്തിൽ അനേക രാജ്യങ്ങളുടെ മേലൊക്കെ ന്യായവിധി നടക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ന്യായവിധിയുടെ പ്രത്യേകത ചരിത്രത്തിന് അതീതമായ, ചരിത്രത്തിനപ്പുറത്തുള്ള, ബിയോണ്ട് ഹിസ്റ്ററി, ചരിത്രത്തിനപ്പുറത്തുള്ള ഒരു ന്യായവിധിയാണിത്. നിത്യതയുടെ കവാടത്തിൽ ഉള്ള ഒരു ന്യായവിധി. ആ ന്യായവിധി ചരിത്രത്തിന് അതീതമാണ്, ചരിത്രത്തിനപ്പുറത്തുള്ള ഒരു ന്യായവിധിയാണ്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. 1000 ആണ്ടേക്ക് സാത്താനെ ബന്ധനത്തിലാക്കുകയും സഹസ്രാബ്ദ വാഴ്ച എന്നറിയപ്പെടുന്ന ആ വാഴ്ച യേശുക്രിസ്തു യെരൂശലേമിനെ ആസ്ഥാനമാക്കി ഈ ലോകത്തെ നീതിയോടുകൂടെ ഭരിക്കുകയും ചെയ്യും. അതിന്റെ ഒടുവിൽ ബന്ധനത്തിലായിരുന്ന, 1000 വർഷം ബന്ധനത്തിലായിരുന്ന സാത്താനെ അഴിച്ചുവിടുകയും അവനെ നരകത്തിൽ തള്ളുകയും ചെയ്യുന്നതായിട്ട് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ന്യായവിധി അല്ലെങ്കിൽ ഈ സിംഹാസനം വെക്കപ്പെടുന്നത്. നമുക്ക് മനസ്സിലാകുന്ന ഒരു കണക്ക് പറഞ്ഞാൽ, കൃപായുഗം കഴിഞ്ഞ് കുറഞ്ഞ പക്ഷം 1007 കൊല്ലം കഴിഞ്ഞ്, 7 വർഷം ഈ ഭൂമിയിൽ സഭ എടുക്കപ്പെട്ട ശേഷമുള്ള അന്ത്യക്രിസ്തുവിന്റെ കാലയളവാണ്. 1000 വർഷം എന്ന് പറയുന്നത് അതിനുശേഷമുള്ള സഹസ്രാബ്ദ വാഴ്ചയാണ്. അപ്പോൾ സഭ എടുക്കപ്പെടുന്നത് മുതൽ, അല്ലെങ്കിൽ കൃപായുഗം കഴിഞ്ഞ് കുറഞ്ഞ പക്ഷം 1007 വർഷം കഴിഞ്ഞാണ് ഈ ന്യായവിധി വരാനായിട്ട് പോകുന്നത്. നിത്യതയിലാണ് ഈ ന്യായവിധി. ഇവിടുത്തെ വിധികർത്താവ്, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഇത് നീതിയുള്ള വിധി വിധിക്കുന്ന ഒരു സിംഹാസനമാണ്, ഗൗരവമേറിയ ഒന്നാണ്, വെള്ള സിംഹാസനമാണ്, ഇന്ന സമയത്താണ് ഇത് നടക്കുന്നത്. അവിടുത്തെ വിധികർത്താവ് ആരാണ്? നാം വായിക്കുന്നു, അതിൽ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. ആരാണ് ആ ഒരുത്തൻ എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് പ്രയാസമൊന്നുമില്ല. വേദപുസ്തകത്തിന്റെ മറ്റു പേജുകളിൽ ആരാണ് ന്യായം വിധിക്കുവാൻ ഇരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 2-3 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ആദ്യം വായിക്കാം. ആരാണ് ന്യായം വിധിക്കാൻ പോകുന്നത് എന്ന് യേശുക്രിസ്തു തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേൾക്കുക. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെ ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രൻ തമ്പുരാനാണ് ന്യായം വിധിക്കാൻ പോകുന്നത്. അതിന്റെ 27-ാം വാക്യം കൂടെ കേൾക്കുക. 27. അവൻ മനുഷ്യപുത്രനാകിയാൽ
ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അപ്പോൾ ന്യായവിധി എന്നുള്ളത് പുത്രൻ നടത്തുന്നൊരു കാര്യമാണ്. വെള്ളസിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ കാര്യമാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലേക്കൂടെ നമുക്കൊന്ന് തിരിയാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 23-ാം വാക്യം. അവിടെ യേശുക്രിസ്തുവിന്റെ പർവ്വത പ്രസംഗമാണ് വിഷയം. മത്തായി 5, 6, 7 അധ്യായങ്ങൾ പർവ്വത പ്രസംഗമാണ്. ആ പർവ്വത പ്രസംഗത്തിന്റെ ഒടുവിൽ പർവ്വത പ്രസംഗം കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗത്ത്, പർവ്വത പ്രസംഗം ഏകദേശം അതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുന്ന രംഗത്ത് യേശുക്രിസ്തു ഈ ന്യായവിധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 7-ന്റെ 21 മുതൽ 23 വരെ വായിക്കാം. മത്തായി 7-ന്റെ 21 മുതൽ 23 വരെ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി